ഹലോ വെൽക്കം ടു നിതീസ് വേൾഡ്. ഇത് നമ്മളൊരു ചെറിയ തെങ്ങിൻ തൈ കേട്ടോ വന്ന് നമ്മൾ ചട്ടിയിൽ നടാൻ വേണ്ടി പോവാണേ. അപ്പം നമ്മൾ ബോൺസായി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് ബോൺസായി ചെയ്യുമെന്ന്. കുറേ മാസങ്ങൾ ലേറ്റായി പോയിട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ തെങ്ങാണ് ബോൺസായി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ബോൺസായി പോട്ടാണ്, മഡിൻ്റെ പോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ മൺചട്ടി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത്. സെൻട്രലായിട്ടൊരു ഹോൾ കാണാം. പിന്നെ ബോൺസായി പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് അത്രയ്ക്കും വേണ്ടാന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് അതിനെ വൃത്തിയായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ തടി വണ്ണം വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മൾ വുഡി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അങ്ങനെ പോസിബിൾ ആയിട്ടില്ല. പക്ഷേ തെങ്ങൊന്നും അങ്ങനെ ഒരു പ്ലാന്റ് അല്ല. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെമെന്ന് വരുന്നതായതുകൊണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും തെങ്ങ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് തേങ്ങയാണ്. തേങ്ങ എടുത്തിട്ട് മുളപ്പിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു 3 months ഒക്കെ ആയ തേങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ സൈഡിൽ പ്രൂൺ ചെയ്യുന്നതിലാണ് കാര്യമായിട്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളതിൽ കാണിക്കാം. ഞാൻ ഈ വാഴനാര് കൊണ്ട് ചുറ്റി വെച്ചത് അങ്ങനെ ചുറ്റി വെക്കണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരട്ട മാത്രമായിട്ട്, അതായത് നമ്മളെ ചകിരി ഒഴിവാക്കിയിട്ട് പൊട്ടാതെ അത് കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എനിക്കത് ഞാൻ പൊളിക്കുന്ന സമയത്ത് ചകിരി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. അപ്പം ഞാൻ ഒരു റൂട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴയുടെ നാര് കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സേഫാണ്. മറ്റത് അറിയാത്ത ആളുകളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ചിരട്ട പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അത് കേടായി പോവും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് പുറമേ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നല്ലത്. ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ അത്ര എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് മെല്ലെ ബ്ലേഡ് വെച്ചിട്ട് അത് ഇങ്ങനെ ചീള് പോലെ ഇങ്ങനെ മെല്ലെ എടുക്കാം, ഉള്ളിലേക്ക് ബാധിക്കാതെ. എന്നിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റമ്മിന് നീളം കുറയും. കാരണം ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ടൈറ്റായ ഭാഗത്തുനിന്ന് സ്റ്റമ്മ് മേലോട്ട് പോയിട്ടാണ് ലീഫ് വരിക. അപ്പം നമ്മൾ അവിടെ തന്നെ ലൂസാക്കി കൊടുക്കുന്ന സമയത്ത് നേരെ അതിന് വലിയ ഇലയായിട്ട് വരാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ വൃത്തിയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കണ്ടീഷൻ, ഞാൻ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്ത് തന്നത്. ഇതിങ്ങനെ പാക്ക് ചെയ്തോളണമെന്നൊരു നിർബന്ധമില്ല. നമ്മളൊന്നും ചെയ്യാണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം. ഇപ്പം ഇത് ഓൾറെഡി ഇപ്പം ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആകുമോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് മാത്രം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാതിരുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി എൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, തെങ്ങ് മുളച്ച് വരുന്നത് കുറച്ച് ഹൈറ്റിൽ നിന്നായിരിക്കും. പക്ഷെ നമുക്ക് ലീഫ് ഫ്രം ദ ബോട്ടം എന്ന് പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെർലൈറ്റും മണ്ണും കൂടി നമ്മൾ സാധാരണ പോട്ടിംഗ് മിക്സാണ് യൂസ് ചെയ്യുന്നത്. ചട്ടിയുടെ താഴെയായിട്ട് കരി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കുറേ നാളായല്ലോ വന്നിട്ട് വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ മുളകുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള തെങ്ങ് പൂത്തതാണ് ഈ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.